ഹായ് പ്രിയപ്പെട്ട കുട്ടികളെ, അപ്പോൾ ഇന്ന് മറ്റൊരു കരിയർ ഇൻഫോർമേഷനുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. രണ്ട് കോഴ്സുകളിലേക്കുള്ള അപേക്ഷയുടെ വിവരങ്ങളാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒന്ന് 10ാം ക്ലാസ് യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാം, +2 കഴിഞ്ഞവർക്കും അപേക്ഷിക്കാം, കുഴപ്പമൊന്നുമില്ല. മിനിമം യോഗ്യത 10ാം ക്ലാസ് ആണ്. മറ്റൊന്ന് +2 സയൻസ് കഴിഞ്ഞവർക്കുമാണ്. അപ്പോൾ അതിലെ ഫസ്റ്റ് കോഴ്സ് എന്ന് പറയുന്നത് LBS സെൻറ്റർ വഴി അപേക്ഷിക്കുന്ന ഹോമിയോ ഫാർമസി കോഴ്സിൻ്റെയാണ്. അഡ്മിഷൻ ടു സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഫാർമസി. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഫോർ ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിഷൻ ഇത് എക്സ്റ്റെൻഡ് ചെയ്തതാണ്. 17/5/21 PM ഈസ് എക്സ്റ്റെൻഡ് അപ് ടു 20ാം തീയതി വരെ ഇത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഇത് ചില വിദ്യാർത്ഥികളും രക്ഷിതാക്കളും കോടതിയിലൊക്കെ പോയിട്ടാണ് ഇതിൻ്റെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടൊക്കെ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ വളരെ ജോബ് ഓപ്പണിങ്സ് വളരെ കൂടുതലുള്ള ഒരു കോഴ്സാണ്. കാരണം ഗവൺമെൻറ് ഹോമിയോ നമുക്കറിയാം ഡിസ്പെൻസറികളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ തന്നെ മിക്ക സ്ഥലങ്ങളിലും ആ പോസ്റ്റ് ഇപ്പോൾ വേക്കൻ്റ് ആയി കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൈവറ്റ് ആയിട്ടുള്ള മികച്ച ഹോമിയോ ക്ലിനിക്കുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളിടത്തൊക്കെ ജോലി സാധ്യതയുള്ള ഒന്നാണ് ഈ ഹോമിയോ ഫാർമസി കോഴ്സ്. സർട്ടിഫിക്കറ്റ് കോഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് 1 ഇയർ ഡ്യൂറേഷൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ 10ാം ക്ലാസ്സാണ് അതിൻ്റെ എലിജിബിലിറ്റി. ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അപ്പോൾ അതാണ് ഒന്നാമത്തെ കോഴ്സായിട്ട് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രസ് റിലീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഫാർമസി ഹോമിയോ, ഇത് കുറേ മുൻപ് ഇത് നടത്തിയിരുന്നു, പിന്നീട് കോഴ്സ് നടത്താതെയായി ഇപ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് സെക്ടറിലെ ഒഴിവുകൾ ഇപ്പോൾ കൂടുതലുണ്ട് എന്നുള്ള കാര്യം കുട്ടികൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതിൻ്റെ വെബ്സൈറ്റിൽ www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റിലാണ് പ്രോസ്പെക്ടസ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ആദ്യം പറഞ്ഞിട്ടുള്ള ഡേറ്റ് മെയ് 15 വരെ എന്നുള്ളതായിരുന്നു. ഇപ്പോൾ അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്, 20ാം തീയതിക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ജനറൽ കാറ്റഗറിക്ക് 400 രൂപയും പട്ടികജാതി വിഭാഗത്തിന് 200 രൂപയുമാണ് അതിൻ്റെ ഫീസ്. SSLCയോ തത്തുല്യ പരീക്ഷയോ മിനിമം 50% മാർക്കോട് കൂടി പാസ്സായിരിക്കണം. ഉയർന്ന പ്രായപരിധി 33 വയസ്സും ഏറ്റവും കുറവ് 17 വയസ്സും എന്നുള്ളതാണ് പ്രായപരിധി. ഈ സർവീസ് കോട്ടയിൽ അപേക്ഷിക്കുന്നവർക്ക് 48 വയസ്സ്. അതാണ് നമുക്കിവിടെ ഈ പ്രസ് റിലീസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ്. ഇനി മറ്റൊന്നുള്ളത്, നമുക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ ഉണ്ട്. വിശദമായ നോട്ടിഫിക്കേഷൻ നമുക്കിവിടെ കാണാം. തിരുവനന്തപുരം, കോഴിക്കോട് ഗവൺമെൻറ് ഹോമിയോ മെഡിക്കൽ കോളേജുകളിലാണ് ഈ കോഴ്സ് നടത്തുന്നത്. തിരുവനന്തപുരം, കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലാണ് ഈ ഒരു കോഴ്സ് നടത്തുന്നത്. അപ്പോൾ LBS വഴിയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഫെഡറൽ ബാങ്കിൻ്റെ എല്ലാ ശാഖകളിലും അതുപോലെ ഈ സൈറ്റിലൂടെ നിങ്ങൾക്ക് ഈ സൈറ്റിൽ നിന്ന് ലഭിക്കുന്ന ചെലാൻ ഉപയോഗിച്ചിട്ടും നിങ്ങൾക്ക് അപേക്ഷാ ഫീസ് അടയ്ക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ പ്രിൻ്റ് ഔട്ടോ കാര്യങ്ങളോ ഒന്നും LBSലേക്ക് അയക്കേണ്ടതില്ല എന്നുള്ളതുമാണ്. തിരുവനന്തപുരം, കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിലായിട്ട് 50 സീറ്റുകൾ വീതമുണ്ട്. SSLC പരീക്ഷയിൽ നേടിയ മൊത്തം മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കും. അങ്ങനെയാണ് അഡ്മിഷൻ. 1 ഇയറാണ് കോഴ്സ് ഡ്യൂറേഷൻ. പിന്നെ അതിൻ്റെ ജനനം, വിദ്യാഭ്യാസ യോഗ്യത, വയസ്സ് 17 വയസ്സ് പൂർത്തിയാകണം. പിന്നെ 33 വയസ്സ് കഴിയാനും പാടില്ല എന്നുള്ളതാണ്. എപ്പോൾ എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ളതുകൊണ്ട് ഈ 2 കോളേജുകളിലേക്കും കൂടെ ഒരു അപേക്ഷയാണ്. ഒരു അപേക്ഷ കൊണ്ട് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപേക്ഷാ ഫീസിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു, അതെങ്ങനെയാണ് അടയ്ക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടും. എങ്ങനെയാണ് രജിസ്ട്രേഷൻ, 1ാം ഘട്ടം രജിസ്ട്രേഷൻ, 2ാം ഘട്ടമായിട്ട് ആപ്ലിക്കേഷൻ ഫീ പേയ്മെൻ്റ് ആണ്. പിന്നെ നമ്മുടെ അക്കാദമിക് ഡീറ്റെയിൽസ് രേഖപ്പെടുത്തുന്ന 3ാം ഘട്ടം. 4ാം ഘട്ടമായിട്ട് ഫോട്ടോയും ഒപ്പും സർട്ടിഫിക്കറ്റുകളും അപ്ലോഡ് ചെയ്യുക. ദെൻ ഫൈനൽ കൺഫർമേഷൻ. ഇതാണ് ആ സ്റ്റെപ്പ്. അപ്പോൾ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അപേക്ഷിക്കുക. 1 ഇയർ കൊണ്ട് നമുക്ക് പൂർത്തിയാക്കാൻ പറ്റുന്നതും എന്നാൽ തൊഴിലവസരങ്ങളുള്ളത്. ഇപ്പോൾ നമ്മളിത് കംപ്ലീറ്റ് ചെയ്തു, നമുക്ക് അവസരം വരുമ്പോൾ അതിലേക്ക് അപ്ലൈ ചെയ്യാം. താല്പര്യം ഉണ്ടെങ്കിൽ ജോലി ചെയ്യാം, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോഴ്സ് പിന്നെ പഠിക്കണമെങ്കിൽ അത് പഠിക്കാം. അപ്പം അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യങ്ങളല്ല. അതുകൊണ്ട് തന്നെ താല്പര്യമുള്ള കുട്ടികൾ അപേക്ഷിക്കാവുന്നതാണ്. അതിന് വിശദമായ പ്രോസ്പെക്ടസും മറ്റ് വിവരങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെങ്കിൽ ഇവിടെ പ്രോസ്പെക്ടസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും നോക്കാവുന്നതാണ്.
അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒന്നാമത്തെ ഒരു കോഴ്സായിട്ട് ഞാൻ ഷെയർ ചെയ്തത്. ഇനി മറ്റൊന്നാണ്, നമുക്ക് അത്രത്തോളം ഒന്നും ഒരു അധികം പരിചയമില്ലാത്തതും എന്നാൽ നമുക്ക് മികച്ച ഒരു കോഴ്സ് ഓഫർ ചെയ്യുന്നതുമായ ഒരു സ്ഥാപനത്തെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അതായത് സർദാർ വല്ലഭായ് പട്ടേൽ ഇൻ്റർനാഷണൽ സ്കൂൾ ഓഫ് ടെക്സ്റ്റൈൽസ് ആൻഡ് മാനേജ്മെൻറ്റ്. ഇപ്പോൾ നമുക്കിപ്പോൾ പിന്നെ പ്രൈവറ്റ് കോളേജസിലും യൂണിവേഴ്സിറ്റികളിലും ഒക്കെയുള്ള ഒരു അത്യാവശ്യം ഡിമാൻഡുള്ള ഒരു കോഴ്സാണ് ഞാൻ ഈ പറയാൻ പോകുന്ന കോഴ്സ്. അപ്പോൾ ആ ഒരു കോഴ്സ് നമുക്കിവിടെ ഈ ഒരു സ്ഥാപനത്തിൽ ഇൻ്റർനാഷണൽ സ്കൂൾ ഓഫ് ടെക്സ്റ്റൈൽ മാനേജ്മെൻറ്റ് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പേരിലുള്ളത് കോയമ്പത്തൂരാണ്. ഇതൊരു നാഷണൽ ലെവൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. ഇത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്നതാണ്, അണ്ടർ മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസ്. അപ്പോൾ ആ സ്ഥാപനത്തിൻ്റെ ഒരു സ്റ്റാറ്റസ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ അവിടെ കോഴ്സുകൾ അവിടെ MBA കോഴ്സുണ്ട്, അതുപോലെ തന്നെ മറ്റൊന്ന് BSc ടെക്സ്റ്റൈൽ എന്നുള്ളൊരു കോഴ്സാണുള്ളത്. അപ്പോൾ ഈ BSc ടെക്സ്റ്റൈൽ കോഴ്സുകളൊക്കെ പലരും പ്രൈവറ്റ് ഫീൽഡിലൊക്കെ വൻ ഫീസ് കൊടുത്ത് ചെയ്യുന്ന കോഴ്സുകളാണ്. അപ്പോൾ അത് നമുക്കിവിടെ ഈ ഒരു സ്ഥാപനത്തിൽ നമുക്ക് അവൈലബിൾ ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇന്ന് ഞാൻ MBA താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ഇപ്പോൾ +2 കഴിഞ്ഞ കുട്ടികൾക്ക് ആയതുകൊണ്ടാണ് ഞാൻ ഈ BSc ടെക്സ്റ്റൈൽ കോഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നത്. അപ്പോൾ അതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് +2 സയൻസ് ആണ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ആൻഡ് ബയോളജി ഏതെങ്കിലും ആയിട്ടുള്ള +2 ആണ്. ജനറൽ കാറ്റഗറിക്ക് 60%, OBC നോൺ ക്രീമി ലെയറിന് 55%, SC STക്ക് 50% മാർക്കുമായിരിക്കും വേണ്ടത്. 20 വയസ്സിൽ താഴെ. ദ കാൻഡിഡേറ്റ് ഷുഡ് നോട്ട് ഹാവ് കംപ്ലീറ്റഡ് 20 years. അപ്പോൾ +2 കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ അപേക്ഷിക്കാം. അഡ്മിഷൻ പ്രൊസീജിയർ 2 രീതിയിലാണ് ഇവരുടെ അഡ്മിഷൻ പ്രോസസ്സ്. ഒന്ന് ഇവരുടെ എൻട്രൻസ് എക്സാം വഴിയും മറ്റൊന്ന് സെൻട്രൽ യൂണിവേഴ്സിറ്റി കോമൺ എൻട്രൻസ് ടെസ്റ്റ്, അതാണ് CUCET എന്ന് പറയുന്നത്. കോഴ്സ് ഡ്യൂറേഷൻ 3 years ആണ്, സെമസ്റ്റർ ആയിട്ട്. അപ്പോൾ 6 സെമസ്റ്റർ ആണ്. ആകെ സീറ്റുകൾ 88 സീറ്റുകളാണുള്ളത്. അപ്പോൾ ഇതാണ് ആ കോഴ്സിൻ്റെ വിവരം. അപ്പോൾ താല്പര്യമുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഇതുപോലെ നമുക്കിതിൻ്റെ പ്രോസ്പെക്ടസ് 2021-22 എന്നുണ്ട്, അഡ്മിഷൻ എന്ന് പറയുന്ന ലിങ്ക്. അപ്പോൾ ഇതിലൂടെയൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടും. കണ്ടോ, ഇതിൻ്റെ മിഷൻ എബൌട്ട് അസ് സ്കൂൾ ഓഫ് ടെക്സ്റ്റൈൽ കോഴ്സ് ഓഫേർഡ് BSc ടെക്സ്റ്റൈൽസ് എന്നാണ് കോഴ്സിൻ്റെ പേര്. 3 year ആണ്. സ്റ്റുഡൻറ്റ് എക്സ്ചേഞ്ച് പ്രോഗ്രാംസ്, ഇൻറ്റേൺഷിപ്പ്, ഇൻഡസ്ട്രിയൽ വിസിറ്റ്, ബിസിനസ് സെഷൻസ്, ഇതെല്ലാം അതിൻ്റെ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടുണ്ട്. നമ്മൾ എലിജിബിലിറ്റി ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഫാഷനിലും മറ്റതിലൊക്കെയുള്ള അവരുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ടാലൻസുകളെ ഇതൊക്കെ MBA നമ്മൾ കണ്ടു. MBA ടെക്സ്റ്റൈൽ മാനേജ്മെൻറ്റിലുണ്ട്, MBA അപ്പാരൽ മാനേജ്മെൻറ്റിലുണ്ട്. അതിൻ്റെ എലിജിബിലിറ്റി കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. MBA റീറ്റെയിൽ മാനേജ്മെൻറ്റ്, അത്തരം കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് താല്പര്യമുള്ളത്. ഇൻഡസ്ട്രി കണക്ട് ഇനീഷ്യേറ്റീവ്സ്, കുറേ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ക്യാമ്പസിനെ കുറിച്ചിട്ടും. അഡ്മിഷൻ പ്രൊസീജിയർ ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാം. സർദാർ വല്ലഭായ് പട്ടേൽ എൻട്രൻസ് ടെസ്റ്റ് ഉണ്ട്, ഇവർ തന്നെ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ PG കോഴ്സിലേക്ക് ആണെങ്കിൽ 60%, ഡിഗ്രി കോഴ്സിൻ്റെ 50% സീറ്റുകളിലേക്ക് ഈ രീതിയിലും, ബാക്കിയുള്ള 50 or 40% സീറ്റുകൾ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് കോമൺ എൻട്രൻസ് ടെസ്റ്റ് വഴിയുമാണ് നടത്തുക. ഇത് അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. www.SVPISTM സർദാർ വല്ലഭായ് പട്ടേൽ ഇൻ്റർനാഷണൽ സ്കൂൾ ഓഫ് ടെക്സ്റ്റൈൽ മാനേജ്മെൻറ്റ് .ac.in അതാണ് ഇത്. പിന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുവഴി നിങ്ങൾ കയറി നോക്കി അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. എൻട്രൻസ് ടെസ്റ്റിൻ്റെ സിലബസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷ്, GK, ന്യൂമറിക്കൽ എബിലിറ്റി, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഫ്രം ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് മാത്തമാറ്റിക്സ് ഓർ ബയോളജി, അവിടെ നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ പ്രീവിയസ് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും സൈറ്റിൽ അവൈലബിൾ ആണ്. പിന്നെ ഡേറ്റും മറ്റു ഡീറ്റെയിൽസും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാം.
ഷോർട്ട് ടേം സർട്ടിഫിക്കറ്റ് കോഴ്സുകളുണ്ട്. മെഡിക്കൽ ടെക്സ്റ്റൈൽ മാനേജ്മെൻറ്റ് 12 ആഴ്ച ആണ് അതിൻ്റെ കോഴ്സ് ടൈറ്റിൽ. നോൺ വോവൺ ടെക്സ്റ്റൈൽ മാനേജ്മെൻറ്റ് ഇപ്പോൾ ജൂൺ 18 ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ്. അതുകൊണ്ട് തന്നെ താല്പര്യമുള്ള കുട്ടികൾ സൈറ്റിൽ കയറി നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതാണ് മറ്റ് 2 കോഴ്സുകളായിട്ട് ഇന്ന് ഷെയർ ചെയ്തത്. ഇതുപോലെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റിയ വിവിധ കോഴ്സുകളെയും സ്ഥാപനങ്ങളെയും പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള നമ്മുടെ വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും. ഇനിയുള്ള ഈ മാസങ്ങൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും. തീർച്ചയായിട്ടും പല ചാൻസുകളും, വളരെ വിലപ്പെട്ട പല ചാൻസുകളും മിസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കത് ഉപകരിക്കും. മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ താങ്ക് യു.